യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യേശു നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാകട്ടെ. ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ, പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും എന്ന് പറഞ്ഞ അർത്ഥം, ഞാൻ പിതാവിന്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. കർത്താവ് നിന്നോട് പറഞ്ഞത്, നീ ആ സ്നേഹത്തിൽ വസിച്ചാൽ ദൈവം നിന്നിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യും. നിന്റെ അകത്ത് വേണ്ടത് സ്നേഹമാണ്. ഈ സ്നേഹത്തിന്റെ പ്രത്യേകത എന്നാണെന്നറിയോ? കർത്താവ് ഈ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ്ലീഹ സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് 13-ാം അധ്യായം ഇപ്പോൾ വായിക്കാൻ സമയമില്ല, കാര്യം അങ്ങോട്ടല്ല പോകാൻ പോകുന്നത്. അപ്പോൾ ഈ സ്നേഹമുള്ളവർ അകത്ത് എന്തോ ഉണ്ട്. എന്നാൽ ഒന്നുകൂടി 13 വായിച്ചാര്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത്രയും പറഞ്ഞപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. സ്നേഹം ദീർഘമായി ക്ഷമിക്കേ. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചാൽ സ്നേഹം ഉണ്ടോ എന്ന് ചോദിച്ച്, ദീർഘമായി ക്ഷമിക്കുമോ? വലിയ പാടാ. ചെല്ലു പറയും ഞാൻ ക്ഷമിക്കും, പക്ഷേ ഞാൻ മരിക്കുന്നിടം വരെ മറക്കത്തില്ല. നിന്റെ അതങ്ങ് കൈവച്ചേരെ. ആ സ്നേഹം ഇവിടെ വില പോകത്തില്ല. സ്നേഹം എന്ത് ചെയ്യുന്നു? ദീർഘമായി ക്ഷമിക്കേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് ബന്ധപ്പെടും. ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, അഹങ്കാരിയാകത്തില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല. സ്നേഹമുള്ളവർക്ക് എന്തോ ഇല്ല? ദേഷ്യമില്ല. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചാൽ സ്നേഹവും ഉണ്ടോന്ന് ചോദിച്ച്, ദേഷ്യമുണ്ടോ? ദേഷ്യപ്പെടുന്നില്ലെന്നാ. സ്തോത്രം. വലിയ പാടാ. അപ്പം ചോദിക്കും, ഭാഷ ആർക്കാ ദേഷ്യമില്ലാത്തതെന്ന്? ഉള്ളവരൊക്കെ ക്രമീകരിച്ചോണം. മോശ ഭയങ്കര ദേഷ്യക്കാരൻ. ഒറ്റയടിക്കാ ഒരാളെ അടക്കിയത്. ഒറ്റയടിക്ക് കൊന്നവൻ അടക്കി. പക്ഷെ ഇരട്ടി ദേഷ്യമുള്ള ഒരു അമ്മായിയപ്പനെ കൊടുത്തു, ഒതുക്കി മോശെ. വലിയ ദേഷ്യമുള്ള ആജിമാരെ ഇരട്ടി ദേഷ്യമുള്ള അച്ഛനെ കൊണ്ട് കെട്ടിക്കും. ഭയങ്കര ദേഷ്യമുള്ള അച്ഛന്മാരെ അതിനെക്കാട്ടി ദേഷ്യമുള്ള ആൻറ്റിയെ കൊണ്ട് കെട്ടിക്കും. ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്ന കണ്ടില്ലേ? ഇവനൊക്കെ എങ്ങനെ ഒതുക്കിയെന്നാ ചോദിക്കുന്നത്. അവനെ അറിയാം നിന്നെ ഒതുക്കാൻ. പോട്ടെ, പക്ഷെ വിഷമിപ്പിക്കലേ നില്ല, എന്നെ നോക്ക് പറയട്ടെ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ആള് ശരിക്കും ഒരു ആത്മികനാണ്, അവൻ്റെ അകത്ത് സ്നേഹം വേണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. സ്നേഹമുള്ള കുടുംബം സ്വർഗമാ, സ്നേഹമുള്ള ജീവിതം സ്വർഗമാ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം ആ ഭാഗം ഞാൻ വിടുക. അപ്പം കർത്താവിനെ ഒരാൾ സ്നേഹിക്കുമ്പോൾ അവന് സകലതും നന്മയായിട്ട് മാറും. അപ്പം ജീവിതത്തിൽ തിന്മ മാത്രമേ വ്യാപരിക്കുന്നുള്ള, അധികമായിട്ട് അങ്ങോട്ട് സ്നേഹിച്ചോ, സകലതും നന്മയായിട്ട് മാറും.